83 വയസ്സായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ 82 വയസ്സുള്ള വൃദ്ധനാ. വീട് വളർന്നിരിക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഇത് നമുക്കൊരു പാഠവാ, ഇത് നമുക്കൊരു പാഠവാ. പരസ്പരം കടന്ന് തമ്മിലടിക്കുന്ന മുസ്ലിമേ, ിന്റെ വീട് വളർന്നിരിക്കുന്നത് മുസ്ലിമീങ്ങളുമുണ്ട്, മുനാഫിക്കീങ്ങളുമുണ്ട്. ഉസ്മാൻ നിങ്ങൾക്ക് 82 വയസ്സായി, പ്രായമായി, വീടിന്റെ അകത്തിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉസ്മാൻ തങ്ങൾ നോമ്പുകാരനാണ്. പടച്ചവരെ, ഒരു ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു. പിറ്റേ ദിവസം നോമ്പ് തുറക്കാൻ സമയമായി. കുടിക്കാൻ പച്ചവെള്ളം പോലും ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്തില്ല. നോമ്പ് മുറിക്കാനൊന്നുമില്ല. അന്ന് രാത്രി മുഴുവനും പട്ടിണിയിരുന്നു. പിറ്റേ ദിവസവും രാവിലെ നോമ്പ് പിടിക്കാനും ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, വല്ലാത്ത പ്രയാസമാ. അന്ന് വൈകുന്നേര സമയമാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുണ്ടല്ലോ, നായില റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാറ്, ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാറ് ഉസ്മാൻ തങ്ങളുടെ ഭാര്യ നായില റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിലിറങ്ങിയപ്പോ ശത്രുക്കൾ അവിടെ നിന്ന് കളിയാക്കുകയാ. കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ വന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 35,000 ദിർഹം കൊടുത്തിട്ട്, വെള്ളി നാണയം കൊടുത്തിട്ട് കിണർ വാങ്ങിക്കൊടുത്ത സഹാബിയാ. ദീനിനു വേണ്ടി സമ്പാദ്യം മുഴുവനും കൊടുത്ത സ്വഹാബി. ആ സഹാബിയുടെ ഭാര്യ കുടിക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം എടുക്കാൻ വെളിയിലിറങ്ങിയപ്പോ ശത്രുക്കൾ പറയുന്നു, നായിലാ, കാണുന്ന ചാലിൽ നിന്ന് വെള്ളമെടുത്തോ. ഓട കാണിച്ചു കൊടുക്കുകയാണ്. വേസ്റ്റുകൾ ഒഴുകുന്ന സ്ഥലം കാണിച്ചിട്ട് പറയുകയാ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ അവിടെ നിന്ന് കോരി കുടിച്ചോ, നിങ്ങൾ രണ്ടുപേരും കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കളിയാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിനകത്ത് കയറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഭാര്യയ്ക്ക് വല്ലാത്ത വേദനയാ. അവസാനം സുബഹിന്റെ സമയം അടുത്തു വരികയാണ്.